അരൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യങ്ങൾക്ക് ശാശ്വത പരിഹാരമൊരുക്കി വികസന പദ്ധതികളുമായി അരൂർ എം.എൽ.എ. അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ. റോഡ്, പാലം വികസനം, തീരദേശ സംരക്ഷണം, കുടിവെള്ളക്ഷാമം പരിഹരിക്കൽ തുടങ്ങി ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന മേഖലകൾക്കാണ് കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. കൂടാതെ മുൻ എം.എൽ.എ. തുടക്കമിട്ട വികസന പദ്ധതികൾ ഒന്നും തന്നെ പാതി വഴിയിൽ മുടങ്ങില്ലെന്നും ജനങ്ങളുടെ പണം പൂർണ്ണമായും ജനങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നതെന്നും എം.എൽ.എ. നമ്മൾ പടിപടിയായിട്ട് ഈ നാടിന് പൊതുവായ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ നമ്മൾ ശ്രമിക്കുമെന്നുള്ളതിനൊരു സംശയം വേണ്ട. എല്ലാ പഞ്ചായത്തുകളിൽ നിന്നുമുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് രേഖാമൂലം തന്നെ നൽകുന്നുണ്ട്. നമ്മുടേതായിട്ടുള്ള ഫണ്ടുകൾ വന്നതിന് ശേഷം അത് കൃത്യമായി പരിശോധിച്ച് അതിൻ്റെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫീസിബിലിറ്റി നോക്കിക്കൊണ്ട് നമ്മളത് അത്തരം വർക്കുകൾക്ക് നേതൃത്വം കൊടുക്കുന്നതാണ്. ഭരണത്തിലേറെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വഹിക്കുന്നതിനിടെ സ്വന്തം മണ്ഡലമായ അരൂരിന്റെ വികസന പദ്ധതികളും ഭാവി സ്വപ്നങ്ങളും വിശദീകരിച്ച് അരൂർ എം.എൽ.എ. ഷാനിമോൾ ഉസ്മാൻ. മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനം മുതൽ ടൂറിസം വരെയുള്ള മേഖലകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് നിലവിൽ വകയിരുത്തിയിരിക്കുന്നത്. മണ്ഡലത്തിലെ റോഡ് വികസനത്തിന്റെ ഭാഗമായി അന്തകാർനഴി ഇല്ലിക്കൽ റോഡ് നിർമ്മാണത്തിനായി 2.5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ പാണാവള്ളി സബ് രജിസ്ട്രാർ ഓഫീസിന് 75 ലക്ഷം രൂപയും ആലപ്പുഴയുടെ ധീരവനിത K.R. ഗൗരിയമ്മയുടെ സ്മാരകത്തിനായി 1 കോടി രൂപയും വകയിരുത്തി. പിന്നെ പാണാവള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ കെട്ടിടം താഴെ വീഴാൻ പോകുന്നു എന്നുള്ള വാർത്ത നിങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ്. നമ്മൾ അപ്പം തന്നെ അത് അവരെ, കാരണം ഒരു കാറ്റൊക്കെ അടിച്ച് എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടി സബ് രജിസ്ട്രാർ ഓഫീസിലെ കെട്ടിടത്തിന് വേണ്ടി 75 ലക്ഷം രൂപ വക വിളിച്ചിട്ട് ഈ വർക്കുകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തുടങ്ങും. അതിനുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളൊക്കെ ഉദ്യോഗസ്ഥ തലത്തിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മൾ 1 കോടി രൂപ, ഇവിടുത്തെ ഒരു വിപ്ലവ നായികയാണ് ഈ അരൂർ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധിയായി ദീർഘകാലം ഇരുന്നിട്ടുള്ള, കേരളത്തിൽ ഒട്ടേറെ കാര്യങ്ങൾക്ക്, വിപ്ലവ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഉണ്ടായിട്ടുള്ള ഗൗരിയമ്മയുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കോടി രൂപ വെച്ച ഒരു സ്മാരകം, സാധാരണഗതിയിലുള്ള ഒരു ചെറിയ സംഭവമല്ല, ദേശീയ തലത്തിൽ തന്നെ ഗൗരിയമ്മയെ പോലെയുള്ള വളരെ ദീർഘകാലം പൊതുരാഷ്ട്രീയ രംഗത്ത് നിലകൊണ്ടിട്ടുള്ള നിരവധി നിയമനിർമ്മാണ സഭകളിലെ ഇടപെടലുകൾ അടക്കം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു ഉചിതമായ സ്മാരകമാണ് നമ്മുടെ മനസ്സിലുള്ളത്. പെരുമ്പളം പാലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായെങ്കിലും വാത്തിക്കാട് പൂത്തോട്ടപ്പാലം കൂടി വരുന്നതോടെ മാത്രമേ ഇതിന്റെ പൂർണ്ണത കൈവരൂ. ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ കോട്ടയം ജില്ലയിലേക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്തിച്ചേരാനാകും. ഇത് അരൂരിന്റെയും അരൂക്കുറ്റിയുടെയും വികസന ചരിത്രത്തിലെ വലിയൊരു നാഴികക്കല്ലാകും. പെരുമ്പളം പഞ്ചായത്ത് വാത്തിക്കാട് പൂത്തോട്ട പാലം, അത് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഒരുപക്ഷെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകത. അപ്പൊ പെരുമ്പളത്ത് ഉള്ള ആളുകൾക്ക് കോട്ടയം ജില്ലയിലും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലും പോകാനായിട്ട് ഈ ഒരു പാലം ഉപകരിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്, കച്ചവടങ്ങൾക്ക് പോകുന്നവരുണ്ട്. അതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ അത് നമ്മൾ പൂർത്തിയാക്കും. അതിനു വേണ്ടിയിട്ടുള്ള 100 കോടി രൂപയുടെ പ്രോജക്റ്റിന്റെ ടോക്കൺ അഡ്വാൻസ് വെച്ചിട്ടുണ്ട്. തീരദേശവാസികളുടെ വലിയ ദുരിതമായ കടൽക്ഷോഭത്തിന് പരിഹാരമായി സൗത്ത് ചെല്ലാനം മുതൽ അന്തകാർനഴി വരെയുള്ള പള്ളിത്തോട് മേഖലകളിൽ കടൽഭിത്തി നിർമ്മിക്കാൻ 100 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അനുയോജ്യമായ രീതിയിൽ ടെട്രാപോഡോ മറ്റ് സാങ്കേതിക വിദ്യകളോ ഉപയോഗിച്ചായിരിക്കും ഇതിന്റെ നിർമ്മാണം. കടൽഭിത്തി ഏതാണോ അനുയോജ്യമായിട്ടുള്ള രീതി, ടെട്രാപോഡാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുതിയ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയാണോ, അതിനുവേണ്ടി 100 കോടി നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. കാരണം അവരോടും നമ്മൾ ഈ കാര്യത്തിൽ ചെയ്തു കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. വെള്ളക്കെട്ട് പരിഹരിക്കാനും ഓരുവെള്ളം കയറുന്നത് തടയാനുമായി വേമ്പനാട്ട് കൈതപ്പുഴ കായലിന്റെ തീരം കെട്ടി സംരക്ഷിക്കാൻ 100 കോടി രൂപയും എരമല്ലൂർ കുടപ്പുറം പാലം പണിയാനായി 40 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കുത്തിയതോട് തുറവൂർ പടിഞ്ഞാറൻ മേഖലകളിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ 5 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫുമായി ഇത് സംബന്ധിച്ച് ചർച്ച ഉടനുണ്ടെന്നും 4 കുളങ്ങരയിൽ സ്ഥലം കണ്ടെത്തി വാട്ടർ ടാങ്ക് പണിയുമെന്നും കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുകയാണ് ലക്ഷ്യമെന്നും എം.എൽ.എ. വ്യക്തമാക്കി. മുൻ എം.എൽ.എ. തുടങ്ങിവെച്ച പദ്ധതികൾ പൂർത്തീകരിക്കാൻ 11 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. ജനങ്ങളുടെ പണമാണ് സർക്കാർ ചെലവഴിക്കുന്നതെന്നും അത് ഒരു കാരണവശാലും വെറുതെയായി പോകാതിരിക്കാനും വികസന പദ്ധതികൾ ഒന്നും തന്നെ ആദ്യവഴിയിൽ മുടങ്ങിപ്പോകാതിരിക്കാനുമാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. മണ്ഡലത്തിലെ മറ്റൊരു പ്രധാന പ്രശ്നമായ വൈദ്യുതി പ്രശ്നങ്ങൾ തീർക്കുന്നതിന് 460 കോടി രൂപ വകയിരുത്തിയിട്ടുള്ളതിൽ നിന്ന് തുറവൂർ മേഖലയിൽ പുതിയ 220 kV സബ്സ്റ്റേഷന് 160 കോടി രൂപ മുടക്കും. ആകാശ നിർമ്മാണത്തെ തുടർന്ന് പ്രതിസന്ധിയിലായി
പ്രതിസന്ധിയിലായിരിക്കുന്ന വലിയൊരു വിഭാഗമാണ് അരൂർ മണ്ഡലത്തിലെ വ്യാപാരികൾ. അവരുടെ പുനരുജ്ജീവിതത്തിനായി പൊതുമാനദണ്ഡത്തോടെ അവരുടെ ആവശ്യങ്ങളുമായി മുന്നോട്ട് വന്നാൽ വ്യാപാരികൾക്കൊപ്പം നിന്ന് അവരുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണുമെന്ന് MLA പറഞ്ഞു. ഈ പാക്കേജ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അതിന്റെ ഇപ്പൊ എല്ലാവരും ഒരേപോലെ ഉള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. വ്യാപാരികൾ അവരുടേതായ എന്തെങ്കിലും പ്രോജക്റ്റ് നമ്മളെ ഗവൺമെന്റിന് സമർപ്പിച്ചാൽ അത് ഗൗരവമായിട്ട് നമ്മൾ പരിശോധിക്കും. ഇതുപോലെ തന്നെ ഒത്തിരി തിരക്കുള്ളതും വികസനങ്ങളും നടക്കുന്ന അരൂർ മണ്ഡലത്തിൽ KSRTC ബസ് സ്റ്റാൻഡിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അരൂർ മണ്ഡലത്തിലെ ഗതാഗത മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും MLA കൂട്ടിച്ചേർത്തു. ലോകത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതും സവിശേഷതയുള്ളതുമായിട്ടുള്ള കാക്കത്തുരുത്ത് പോലെയുള്ള സ്ഥലങ്ങളും അരൂർ മണ്ഡലത്തിലെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരേണ്ട മറ്റു പല തുരുത്തുകളെയും ബന്ധിപ്പിച്ച് വലിയൊരു എക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. അതിന്റെ ഭാഗമായി സംസ്ഥാനം ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥുമായി ചർച്ചകൾ നടത്തുന്നത് തുടർന്നു കൊണ്ടിരിക്കുകയാണെന്നും MLA ഷാനിമോൾ ഉസ്മാൻ വ്യക്തമാക്കി. സത്യത്തിൽ കാക്കത്തുരുത്തില് നമ്മൾ 2019 കാക്കത്തുരുത്ത് എന്ന് പറയുന്ന ഒരു വേൾഡ്, ഇന്നലെ ഞാനും PC വിഷ്ണുനാഥ് മന്ത്രിയായിട്ട് ഇത് സംസാരിച്ചതാണ്. ഒരു വേൾഡ് ഡെസ്റ്റിനേഷൻ ആണ് അല്ലെ. അവിടുത്തെ ദേശാടന പക്ഷികളുണ്ട്, അവിടെ കണ്ടൽ കാടുകളുണ്ട്, പിന്നെ സൂര്യാസ്തമയം കാണാനാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ഇക്കോ ടൂറിസമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞാൽ ഇനി ഏതാണ് ഫീസിബിലിറ്റി എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എക്സ്പേർട്സുമാണ്. കാക്കത്തുരുത്തുണ്ട്, പെരുമ്പളമുണ്ട്, കുട്ടഞ്ചാലുണ്ട്, 5 തുരുത്തുണ്ട്. തുരുത്തുകളൊക്കെ കൂടി നമുക്ക് കണക്ട് ചെയ്തിട്ടുള്ള എന്താ ചെയ്യാൻ പറ്റുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അരൂർ. +2 ITM കഴിഞ്ഞവർക്ക് ലാറ്ററൽ എൻട്രി വഴി 2 വർഷം കൊണ്ട് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സ്വന്തമാക്കാം. സമയം കളയേണ്ട, കരിയർ തുടങ്ങാം ജയ് ഭാരതിലൂടെ. ജയ് ഭാരത് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, പെരുമ്പാവൂർ.